സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ടി.ജി. മോഹൻദാസിന്റെ റിമാൻഡ് നടപടികൾ വഞ്ചിയൂർ കോടതിയിൽ പുരോഗമിക്കുന്നു. ടി.ജിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നുണ്ട്. വീണ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം പാറ്റാ സമരവുമായി ബന്ധപ്പെട്ട് ടി.ജി. മോഹൻദാസ് നടത്തിയ പരാമർശത്തിലാണ് മട്ടാഞ്ചേരിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് എത്തി, സൈബർ പോലീസ് എത്തി. നാടകീയ സംഭവങ്ങൾ, നാടകീയ രംഗങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങൾ തീർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിടികൂടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. പക്ഷേ ഈ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇടതു വലതു മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയം, ഇരട്ടത്താപ്പ് നയം എന്നുള്ളതാണ്. കാരണം ഇതിന് സംസ്ഥാനത്തെ പല മന്ത്രിമാരും, ഇന്ന് മന്ത്രിസഭയിലുള്ള കെ.എം. ഷാജി അടക്കമുള്ളവർ വർഗീയ പ്രീണനത്തിന് കുടപിടിക്കുന്ന, വർഗീയതയ്ക്ക് ചൂട്ടുകൊളുത്തുന്ന പലതരത്തിലുള്ള നിലപാടുകളും പലതരത്തിലുള്ള പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ പോലും ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ പോലും വധഭീഷണി മുഴക്കിക്കൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും വലിയ തരത്തിൽ അത് വിവാദങ്ങൾക്ക് കാരണമായ സാഹചര്യമുണ്ട്. അവർക്കെതിരെ പോലും ഒരു നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പാണ് ഇത്ര ധൃതിയിൽ ഇത്തരത്തിൽ ടി.ജി. മോഹൻദാസിനെ പിടികൂടുന്നതിലും ഒപ്പം തന്നെ അദ്ദേഹത്തിനെ നിയമക്കുരുക്കുകൾ ബന്ദിയാക്കുവാനുള്ളൊരു നയമൊക്കെ സ്വീകരിച്ചത്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ആളിക്കത്തുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത സമീപനമാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിന്നുണ്ടായത്. നിലവിൽ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന പല സമകാലിക സംഭവങ്ങളും സർക്കാരിന്റെ നിലനിൽപ്പിനെ അടക്കം ബാധിക്കുന്ന തരത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണുള്ളത്. മാത്രമല്ല ഈ പല വിഷയങ്ങളും, അതായത് മത്സ്യബന്ധന തൊഴിലാളികളെ കാണാതായ വിഷയം, ഒപ്പം തന്നെ സർക്കാർ പല വിഷയങ്ങളിൽ പ്രളയക്കെടുതിയിലടക്കം സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുണ്ടായ പാളിച്ചകളടക്കം വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളടക്കം തങ്ങൾക്കുണ്ടായ പാളിച്ചകൾ, വീഴ്ചകൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കം, അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിനെ ടി.ജി. മോഹൻദാസിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹത്തെ പോലീസ് ഹാജരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് വിളിച്ചത്. അദ്ദേഹം ടി.ജി. മോഹൻദാസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു. തന്നെ പോലീസ് ഉപദ്രവിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് പരാതിയില്ലെന്ന് കൂടി അദ്ദേഹം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കേസെടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് കോടതിക്കകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്ന ചില ഭാഗങ്ങൾ കൂടിയുണ്ട്, അതായത് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ, മട്ടാഞ്ചേരിയിലെ ടി.ജി. മോഹൻദാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് വസ്തുവകകൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നുള്ള ഒരു ന്യായീകരണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് പലപ്പോഴും അദ്ദേഹം സഹകരിക്കുന്നില്ല എന്ന ആരോപണം പറയുമ്പോൾ പോലും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹത്തെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെയും പോലീസിനോട് സഹകരിക്കുന്ന ഒരു മനോഭാവം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ആ വഴികളിലൊക്കെ അദ്ദേഹത്തിനെ ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കി അതിനുശേഷം അദ്ദേഹത്തെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനൻ TV ക്യാമറ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൃത്യമായി തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് അദ്ദേഹം പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് സഹകരിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. യാതൊരു വിധത്തിലും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ പോലീസ് ആകട്ടെ ഇപ്പോൾ കോടതിക്ക് മുന്നാകെ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒപ്പം തന്നെ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചെയ്യണം, അതിനാൽ തന്നെ കസ്റ്റഡിയിൽ വിടണമെന്നുള്ള ഒരു ആവശ്യമാണ് പോലീസ് കോടതിയിൽ ഉന്നയിക്കുന്നത്. എന്തായാലും വാദങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം, അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ പോലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും അത് തുറന്നു പറച്ചിലുകൾക്കുമൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഭാരതം. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും പ്രീണനത്തിൻ്റെയും ഭാഗമായി ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കോടതിയിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. കൃഷ്ണരാജ്, വീണ, അതായത് അന്വേഷണത്തോട് ടി.ജി. കൃത്യമായി സഹകരിക്കുന്നുണ്ട് എന്ന് വീണ പറഞ്ഞു. മാത്രമല്ലല്ലോ, ഈ പോലീസ് തന്നെ ഉപദ്രവിച്ചില്ല, പരാതിയില്ല. അതായത് കൃത്യമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ തനിക്കൊരു പ്രശ്നവുമില്ല
എന്നുകൂടി അടിവരയിടുന്നു ടി ജിയുടെ പ്രതികരണം. തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ പോലും അതേ പെട്ടെന്നൊരു വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ, ആർക്കായാലും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായി മനസ്സിലുണ്ടാകുന്ന ഒരു ഞെട്ടൽ, അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് അദ്ദേഹത്തിനും കഴിഞ്ഞ ദിവസം അഭിമുഖീകരിക്കേണ്ടി വന്നത്. തുടർന്ന് അതിനുശേഷമുള്ള മണിക്കൂറുകളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയൊപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് വസ്തുവകകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലും അദ്ദേഹം പ്രകോപനം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് യാതൊരുവിധ നിലപാടും സ്വീകരിച്ചില്ല. അവരോട് കാര്യങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് അന്വേഷണം അല്ലെങ്കിൽ എന്താണ് തുടർ നടപടികൾ എന്നുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തുടർന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇപ്പോഴുമൊക്കെ കോടതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നതും അങ്ങനെ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഉപദ്രവിച്ചിട്ടില്ല, തനിക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല, അതിനാൽ തന്നെ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരിക്കുന്നത് പ്രമുഖ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ്. അതിനാൽ തന്നെ നിയമസാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിന് ലഭിക്കേണ്ട നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കോടതിയിൽ വാദമുഖങ്ങൾക്കിടയിൽ ഉയരുക തന്നെ ചെയ്യും. കൃത്യമായിട്ടുള്ളൊരു അവകാശങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ടുള്ള വാദമുഖങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസുമായി സഹകരിക്കുന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിനും അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് എത്തേണ്ടി വരും. കസ്റ്റഡിയിൽ വേണമെന്ന് പറയുമ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇത്രയും മണിക്കൂർ സഹകരിച്ചൊരു നിലപാട്, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള കൂടുതൽ വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തേടാനുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരുപക്ഷെ ജാമ്യത്തിൽ ലഭിച്ചാലും ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം സഹകരിക്കുന്ന ഒരു നിലപാടുണ്ടാകും. ഒപ്പം തന്നെ സ്റ്റേഷനിൽ എത്തിയാണെങ്കിലും അല്ലാത്ത പക്ഷവുമാണെങ്കിലും വിവരങ്ങൾ കൈമാറുന്ന ഒരു നിലപാട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന മറുപടികൾ തന്നെയാണ് അദ്ദേഹം കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വാദമുഖങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണരാജ്. ശരി, കോടതിയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ടി ജി മോഹൻദാസിന്റെ റിമാൻഡ് നടപടിയിലാണ് വഞ്ചിയൂർ കോടതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടി ജിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.